പൂരമായി പൂരമായി കാമദേവന് പൂരമായി ഉണക്കലരിയും ചെറുപയറും ഉഴുന്നും ചേർത്തൊരു കഞ്ഞി, പഴമയുടെ രുചിയൂറും ഔഷധ ഗുണമേറും കഞ്ഞി. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സബന്യാസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഉത്തര മലബാറിലെ പ്രത്യേകിച്ച് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ കാവുകളിലും തറവാടുകളിലും ആഘോഷിക്കുന്ന അതീവ സുന്ദരമായ ഒരു വസന്തോത്സവമാണ് പൂരം അഥവാ പൂരോത്സവം. തൃശ്ശൂർ പൂരം പോലെ ആനകളും മേളങ്ങളുമുള്ള ആഘോഷമല്ല ഇത്. മറിച്ച് പ്രകൃതിയും മനുഷ്യനും കലയും തമ്മിലുള്ള ബന്ധം പുതുക്കുന്ന പാട്ടും കളിയും രുചിയും നിറഞ്ഞ വടക്കൻ മലബാറിന്റെ തികച്ചും വ്യത്യസ്തമായ ഒരു ഉത്സവമാണ്. വടക്കൻ മലബാറുകാരുടെ പ്രിയപ്പെട്ട പൂരക്കഞ്ഞിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. പൂരോത്സവ കാലത്ത് കാമദേവന് നിവേദ്യമായി സമർപ്പിക്കുന്ന ഈ കഞ്ഞിക്ക് ഒരു പ്രത്യേക രുചിയാണ്. വ്രതമെടുക്കുന്ന പെൺകുട്ടികൾക്കും നാട്ടുകാർക്കും ഇത് അമൃതിന് തുല്യമാണ്. ഇതിനാവശ്യമായ പ്രധാന സാധനങ്ങൾ എടുത്തു വയ്ക്കാം. 1 കപ്പ് ഉണക്കലരി, 1/4 കപ്പ് ചെറുപയർ, 2 ടേബിൾ സ്പൂൺ ഉഴുന്ന്, ആവശ്യത്തിനുള്ള തേങ്ങ ചിരകിയത്, ഉപ്പ്, വെള്ളം. ഉണക്കലരിയും ചെറുപയറും ഉഴുന്നും നന്നായി കഴുകിയ ശേഷം ഒരു പാത്രത്തിൽ വെള്ളമൊഴിച്ച് 2 മുതൽ 3 മണിക്കൂർ വരെ കുതിർക്കാൻ വെക്കാം. ഇങ്ങനെ ഒന്നിച്ച് കുതിർക്കുന്നത് കഞ്ഞി വേഗത്തിൽ വെന്ത് കിട്ടാനും നല്ല മയം കിട്ടാനും സഹായിക്കും. ഇനി കുതിർത്ത് വെച്ച അരിയും പയറും ഉഴുന്നും ഒരു കുക്കറിലേക്ക് മാറ്റാം. ആവശ്യത്തിന് വെള്ളവും അല്പം ഉപ്പും ചേർത്ത് നന്നായി വേവിക്കണം. ഉഴുന്നും ചെറുപയറും നന്നായി ഉടഞ്ഞു വരുന്നതുവരെ വേവിക്കണം. കുക്കറിൽ 5 വിസിൽ വരുന്നതുവരെ വെയിറ്റ് ചെയ്യാം. മീനമാസത്തിലെ കഠിനമായ ചൂടുകാലത്താണ് പൂരോത്സവം വരുന്നത്. ഈ സമയത്ത് ശരീരത്തിന് തണുപ്പും ഊർജവും നൽകുന്ന ഭക്ഷണമാണ് പൂരക്കഞ്ഞി. പൂരോത്സവം കാമദേവനെ ആരാധിക്കുന്ന ഉത്സവമാണല്ലോ. ക്ഷേത്രങ്ങളിൽ വൈകുന്നേരം പ്രത്യേക പൂജകൾക്ക് ശേഷം കാമദേവന് നിവേദ്യമായി സമർപ്പിക്കുന്നതാണ് ഈ കഞ്ഞി. ഭഗവതിയുടെ ചൈതന്യത്തോടൊപ്പം കാമദേവ പ്രീതിക്കും വേണ്ടിയാണ് ഇത് തയ്യാറാക്കുന്നത്. ഇനി കുക്കറിലെ പ്രഷർ മുഴുവനായും പോയതിന് ശേഷം തുറന്നു കൊടുക്കാം. കഞ്ഞി നന്നായി വെന്ത് പാകമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ധാരാളം ചിരകിയ തേങ്ങ ചേർക്കാം. ഇനി ഇതിലേക്ക് അല്പം വെള്ളമൊഴിച്ച് നന്നായി മിക്സ് ചെയ്യണം. പൂരമായി പൂരമായി കാമദേവന് പൂരമായി ഉണക്കലരിയും ചെറുപയറും ഉഴുന്നും ചേർത്തൊരു കഞ്ഞി. ഇനി ഇതൊന്ന് തിളച്ചു വന്നു കഴിഞ്ഞാൽ നമ്മുടെ കഞ്ഞി റെഡിയാവും. പൂരക്കഞ്ഞിക്ക് നല്ലൊരു കൊഴുപ്പ് നൽകുന്നത് നമ്മൾ ഇതിൽ ചേർത്ത ഉഴുന്നാണ്. പഴയകാലത്തെ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട ഈ രുചികരമായ പൂരക്കഞ്ഞി റെഡിയായിട്ടുണ്ട്. കാമദേവന് നിവേദിച്ച ശേഷം എല്ലാവർക്കും ഇത് വിളമ്പാം. ചൂടോടെ കഴിക്കാൻ നല്ല രുചിയാണ്. പൂരോത്സവത്തിൻ്റെ ഭാഗമായി പകൽ മുഴുവൻ വ്രതമെടുക്കുന്ന പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും വൈകുന്നേരം വ്രതം അവസാനിപ്പിക്കാൻ നൽകുന്ന പവിത്രമായ ഭക്ഷണമാണ് പൂരക്കഞ്ഞി. അമ്പലത്തിലെ പൂജ കഴിഞ്ഞുള്ള ഈ പ്രസാദം കഴിക്കുന്നതോടെ അന്നത്തെ വ്രതം പൂർത്തിയാകുന്നു എന്നാണ് വിശ്വാസം. നമ്മുടെ നാടിൻ്റെ ഈ മനോഹരമായ ആചാരങ്ങളും തനിമയും ഇന്നും നമ്മൾ മുറുകെ പിടിക്കുന്നു എന്നത് വലിയൊരു സന്തോഷമാണ്. ഇന്നത്തെ ഈ പൂരോത്സവ വിശേഷങ്ങളും പൂരക്കഞ്ഞിയുടെ രുചിയും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. പഴയകാലത്തെ ഇത്തരം ഓർമ്മകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ നാടൻ വിശേഷങ്ങളുമായി വീണ്ടും കാണുമ്പോഴേക്കും ബൈ ഫ്രം സബന്യാസ് വ്ലോഗ്. താങ്ക്സ് ഫോർ watching.